കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ രക്ഷകനേ വിണ്ണിൽ നിന്നിഹ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 1 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചു. കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. അവൻ്റെ ശിഷ്യന്മാർ അവനെ കണ്ടു, അവനിൽ നിന്ന് കേട്ടു. ശിഷ്യന്മാർ അവൻ്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും സാക്ഷികളായി തീർന്നു. പുനരുത്ഥാനത്തിനു ശേഷം ശിഷ്യന്മാർക്ക് യേശുക്രിസ്തു പലതവണ പ്രത്യക്ഷമായി അവരെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. പഴയ നിയമ തിരുവെഴുത്തുകളിൽ പ്രതിപാദിച്ചിരുന്ന മിശിഹ കർത്താവാണെന്ന് അവൻ അവർക്ക് വെളിപ്പെടുത്തി. ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗം കർത്താവായ യേശുക്രിസ്തുവിലാണെന്ന് പഠിപ്പില്ലാത്ത ശിഷ്യന്മാർക്ക് കർത്താവ് മനസ്സിലാക്കി കൊടുത്തു. പിന്നീട് അവർ തികച്ചും ധൈര്യത്തോടെ വചനം പ്രസംഗിച്ചു. തങ്ങളുടെ ജീവനെപ്പോലും നഷ്ടപ്പെടുത്തി സുവിശേഷത്തിൻ്റെ നിർമ്മലമായ സത്യത്തിനു വേണ്ടി നിലനിന്നു. സർവ്വ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ യേശുക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ഈ സത്യസുവിശേഷത്തിൽ വിശ്വസിച്ച് നിങ്ങൾക്കും രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയും. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ.